അറിയുന്നവനായിരിക്കണം ഈ സഞ്ചരിപ്പിക്കുന്നത്. പ്രാണനെ അറിയിപ്പിച്ചിട്ടായിരിക്കണം മറ്റവനിലൂടെ ഈ ബോധം വരുത്തുന്നത്. പ്രാണൻ ചലിച്ചു കിട്ടിയാൽ കിട്ടിയത് തന്നെയാണ്. പ്രാണമയമായിരിക്കുന്ന ലോകങ്ങളിൽ വിഹരിക്കുന്നവൻ. ഇത് വളരെ വിപുലമായൊരു വിഷയമാണ്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. കാരണം നമുക്കിപ്പോ അത് മുഴുവൻ ചിന്തിച്ച ഉപനിഷത്ത് ഒരു ദിവസം മുഴുവൻ കളയണ്ടാകും. പറഞ്ഞാൽ അതിന്റെ 5 വിഭാഗങ്ങളും പിന്നെ ആ 5 വിഭാഗങ്ങളുടെ ചരണങ്ങളും അതിൽ നിന്ന് 5 വിഭാഗങ്ങളും അങ്ങനെ 25 വിഭാഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പിരിച്ചൊക്കെ പോകണം, പഠിക്കണം. ഒന്നും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനൊന്നും പോകുന്നില്ലല്ലോ. ഉണ്ടോ? സ്വന്തം പ്രാണനൊന്നും ഇങ്ങനെ ചരിപ്പിക്കാനൊന്നും ഇപ്പം ഉദ്ദേശമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. വേണ്ടി വന്നാൽ അന്നേരം ആരെയെങ്കിലും കാണാം. അല്ലേ? അല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് ദേവന്മാരുടെ ലോകം, ഇന്ദ്രിയങ്ങളുടെ ലോകം കഴിഞ്ഞാൽ ഈ പ്രാണന്റെ ലോകമായി. മനസ്സ് അവൻ കുറെ കൂടിയാണ് മനോമയ കോശം. മനസ്സിന്റെ സഞ്ചരണ വ്യവസ്ഥ. ഒരു ചെറിയ ചലനം മതി മനസ്സിനൊന്ന് കയറി പിടിക്കാൻ. പിടിച്ചു കിട്ടിയ രക്ഷപ്പെടുന്നതാണ്. അതാണ് ഈ മനോമയ കോശം. അതിന്റെ അകത്ത് ജീവിക്കുന്ന തലങ്ങളിൽ, ആ മാനസിക ലോകങ്ങളിൽ ചരിക്കുമ്പോൾ, വിചരിക്കുന്ന തലങ്ങളിൽ അതേ തലമുള്ളവനോട് ഇടപെടണം. ഒരുത്തൻ പ്രാണമയത്തിലും മറ്റൊരുത്തൻ മനോമയത്തിലും ആയാല് പരസ്പരം മനസ്സിലാവില്ല. അപ്പൊ മനോമയ കോശത്തിലെ ജീവിതം, വിജ്ഞാനമയത്തിലെ ബുദ്ധി, അപ്പോഴായി കറക്റ്റായിട്ട് അടുത്തയാള് പറയാൻ പോകുന്നത് എന്നാണെന്നൊക്കെ മനസ്സിലാവും. ചില പിള്ളേർക്ക് ഇതിന് നല്ല കഴിവാ. ക്ലാസ്സിലിരിക്കുമ്പോ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കൂടെ കയറി പറയും. കറക്റ്റ് അടിയായിരിക്കും. ചില അധ്യാപകൻ തീരുമാനിക്കും അടുത്തൊന്ന് മാറ്റി പറഞ്ഞടാ, ഇവൻ എന്ത് ചെയ്യുമെന്നറിയാം. ഇയാള് മാറ്റുന്നതിന് മുമ്പ് മറ്റവൻ മാറ്റി അടിക്കും. ചില കാരണം കറക്റ്റ് ലോകമാണ്. അധ്യാപകൻ ഒരുമാതിരി സ്വർഗം കണ്ട അനുഭൂതി ഉണ്ടാവും. ദാറ്റ് ഹെവൻ കമ്മിങ് മൊമെന്റ്. അയാള് അറിയാതെ അയാളുടെ കൈപൊങ്ങി ഇവന്റെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്നു. നന്നായി വരുവിടാ. പിന്നെ അവൻ താഴോട്ട് പോകുന്ന പ്രശ്നമില്ല. അതാണ് ഈ സമാന ലോകത്തിലായിരിക്കുമ്പോൾ ഈ വിദ്യ പങ്കിടുന്നതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ പലപ്പോഴും വിപരീത ലോകങ്ങളിൽ നിന്നുകൊണ്ട് വിദ്യ പഠിക്കാനുള്ള ശ്രമം നടത്തും. അവിടെയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഈ കോശങ്ങളുടെ അന്തസ്ഥിതങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ദേവന്മാർക്ക് പോലും സംശയമുള്ളതാണ്. നീ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നല്ലോണം ആലോചിക്കുക. ഈ ചോദ്യമൊക്കെ വിട്. മറ്റെന്തെങ്കിലും വരം ചോദിക്കുക. നിനക്ക് വേണ്ടുന്ന എന്തെങ്കിലും ചോദിക്കുക. നചികേതസ് വിടുന്ന മട്ടില്ല. നചികേതസിന്റെ അടുത്ത ശ്ലോകം യമൻ പറഞ്ഞ അതേ ലൈനിൽ തന്നെ ചോദ്യം. യമൻ പറഞ്ഞതുപോലെ ചോദ്യത്തിനകത്ത് യമൻ നചികേതസിനോട് പറഞ്ഞ ദേവൈരത്രാദി വിചികിത്സിതം പുരാ എന്നത് ഇവിടെ നചികേതസ് പറഞ്ഞപ്പോൾ ദേവൈരത്രാദി വിചികിത്സിതം കില, ഇത്രേ മാറ്റമുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്ര ഈ വിഷയത്തിൽ ദേവൈഹി അഭി, ദേവന്മാർക്കു പോലും വിചികിത്സിതം കില, സംശയപ്പെട്ടിട്ടുള്ളതാണല്ലോ മൃത്യു. അലയോ മൃത്യുദേവ ത്വം ച, അങ്ങ് യത്ത് യാതൊന്നിനെ സുജ്ഞേയം, എളുപ്പത്തിൽ അറിയുവാൻ കഴിയുന്നില്ലെന്ന് ആഹാ പറയുന്നു. അസ്യ, ഈ വിഷയത്തിന്റെ വക്താവ് ത്വാദൃക്, അങ്ങയെപ്പോലുള്ള അന്യ മറ്റൊരുവൻ ലഭ്യ, വേറൊരുത്തനെ കിട്ടില്ല. ദേവന്മാർക്ക് പോലും സംശയമുള്ളതാണ് ഈ വിഷയം. അതുകൊണ്ട് നീ ചോദിക്കരുത് എന്ന് പറയണമെങ്കിൽ ആ വിഷയത്തിന്റെ ഗഹനത മുഴുവൻ അറിയുന്നവനാണങ്ങ്. ഇപ്പൊ വിഷയം മാത്രമല്ല അങ്ങേക്ക് അറിയുന്നത്, അതിന്റെ ഗഹനതയും കൂടി അങ്ങേക്കറിയും. അങ്ങ് ഗുരു മാത്രമല്ല, വിദ്യാർത്ഥിയും കൂടിയാണ്. ഒരാൾ ഗുരുവാകുമ്പോ, ഗുരുവിന്റെ അഹന്ത വരുമ്പോ ആ അറിയുന്നതിന്റെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല.
അറിയുന്ന വിഷയത്തിന്റെ സ്വഭാവ സവിശേഷതകൾ അറിയുന്ന വിധം പഠിച്ചവന്റെ അടുക്കൽ പഠിച്ചാൽ അതിന്റെ എല്ലാം പഠിക്കാം. അങ്ങനെ ഈ പഠിപ്പിന്റെ പ്രത്യേകതയാണ്. അത് ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ ഗുരുക്കന്മാരെ ചിലപ്പോ കിട്ടുക. അതിൽ വിഷയം മാത്രമല്ല പഠിച്ചിരിക്കുന്നത്, അതിന്റെ ഗഹനതയും അയാൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോ വിഷയത്തിന്റെ ഗൗരവം മുഴുവൻ അയാൾക്കുണ്ടാവും. അതാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെല്ലുമ്പോ സംഗതി അറിയാം, അതിന്റെ എല്ലാ പ്രയോഗങ്ങളും അറിയില്ല. അപ്പൊ നമുക്ക് സാധനം ചിലപ്പോ കിട്ടും, പക്ഷെ പ്രയോഗിക്കാൻ നമുക്കും അറിയില്ല. തിയറിയൊക്കെ മുഴുവൻ അറിയാം. ഇതെവിടെയാണ്, എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്, അതാണ് ഉപാധ്യായനും ആചാര്യനും തമ്മിലുള്ള അന്തരം. അതാണ് 10 ഉപാധ്യായന്മാർക്ക് സമമാണ് ഒരു ആചാര്യൻ എന്ന് പറയും. 100 ആചാര്യന്മാർക്ക് സമമാണ് ഒരു അച്ഛൻ എന്ന് പറയും. കാരണം മുമ്പ് കാലത്ത് ഒരുവൻ അച്ഛനാകാൻ പോകണമെങ്കിൽ ഇത് മുഴുവൻ അറിഞ്ഞ് ചാരുത വന്ന് അച്ഛനായിരിക്കണം, അല്ലെങ്കിൽ അച്ഛനായാൽ ദുഃഖമാണ്. ഈ ശ്ലോകങ്ങളൊക്കെ പണ്ടുകാലത്തെ ആളുകളുടെ ജീവിതം വെച്ചിട്ടാ, ഇപ്പോഴത്തെ അച്ഛന്മാരെ വെച്ചിട്ടല്ല. ഇപ്പൊ അങ്ങനത്തെ ഉപാധ്യായനില്ല, പേടിക്കണ്ട. ഇപ്പോഴ അത്തരം ആചാര്യന്മാരും ഇല്ല, അതും പേടിക്കണ്ട. ഇപ്പൊ അത്തരം അച്ഛനും ജീവിച്ചിരിക്കില്ല. ഇപ്പൊ ഉള്ളതൊക്കെ കൊച്ചിന്റെ അച്ഛനാണ്. അത് വലിയ കാര്യമൊന്നുള്ള പണിയല്ല, ഒരു 15 മിനിറ്റിന്റെ ഏർപ്പാടിന്നുണ്ടാകുന്ന. മറ്റതല്ല, മറ്റതൊരു കുഞ്ഞിനെ അല്ല അവൻ സൃഷ്ടിക്കുന്നത്, ഒരു ബോധത്തെയാണ് അവൻ സൃഷ്ടിക്കുന്നത്. താനാകുന്ന ബോധത്തെ നവീകരിച്ച് തന്നെ സൃഷ്ടിക്കുന്നവൻ. അത് സൃഷ്ടിയുടെ അപൂർവതകൾ അറിയുന്നവന് മാത്രമേ പറ്റൂ. മറ്റേ പണി പട്ടിയും പൂച്ചയും കടുവയും സിംഹവും ഒക്കെ ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ അധിക നേരത്തെ പണിയൊന്നുമില്ല. മറ്റതല്ല, ഒട്ടേറെ തപസ് വേണ്ടി വരും. ഒരച്ഛനാകാൻ ഒരു ഉപാധ്യായന്റെ തപസ്സിന്റെ 10 ഇരട്ടി പോരാ, ഒരാചാര്യന്റെ തപസ്സിന്റെ 100 ഇരട്ടി വേണം. എന്നാ അതിന്റെ അർത്ഥം. കേൾക്കുമ്പോ ഇതൊരു അഹങ്കാരത്തിനുള്ള വാക്കായിട്ട് എടുത്തിട്ട്, ഞാൻ ആചാര്യനാണ്, ഉപാധ്യായൻ എനിക്ക് താഴെയാണ്, ഞാൻ മുകളിലിരിക്കട്ടെ, അവൻ താഴെ ഇരിക്കട്ടെ, അതിനുള്ളതല്ല ഈ പണി. ഓ, നിങ്ങൾ ആചാര്യനും ഉപാധ്യായനുമാണ്, 100 ആചാര്യന്റെ കൈ കൊണ്ടോ എനിക്കൊരച്ഛൻ, ഞാൻ അച്ഛനാ, അതുകൊണ്ട് അച്ഛൻ ഞാൻ മുകളിലിരിക്കട്ടെ. അപ്പോഴാ ഒരമ്മ വരുന്നത്, സഹസ്രം തു പിതൃൻ മാതാ ഗൗരവേണ ആദരിച്ചത്. 1000 അച്ഛന്റെ തപസ്സുണ്ട്. കാരണം ഈ തപസ്സുള്ള ബീജം ഒരമ്മ ഉൾക്കൊള്ളണമെങ്കിൽ 1000 അച്ഛന്റെ തപസ് വേണം. ഇല്ലെങ്കിൽ അമ്മയും ഉണ്ടാവില്ല. ഒരു ഗർഭപാത്രം കടം കൊടുക്കാൻ ഏത് പെണ്ണിനും ആവും, മനസ്സിലായോന്നറിയില്ല. അതുകൊണ്ട് എവിടെയും ശിശുവും ഉണ്ടാവും. ഇത് കാര്യമില്ല. അത് ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായ പോലെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ടെസ്റ്റ് ട്യൂബിൽ പരീക്ഷിക്കുന്നത്. കുറെ കൂടെ ഭേദം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റതല്ല. മറ്റേ ശൈശവത്തിന്റെ സമാധിയിൽ, മാതൃവക്ഷസിൽ, മാതൃഗർഭസ്ഥ സ്ഥലങ്ങളിൽ ഒക്കെ അവൻ ബോധമായി അലയുകയാണ്. അതിന്റെ ചാരുതയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഇന്ദ്രിയ ലോകങ്ങളിൽ നിന്നും, പ്രാണമയ ലോകങ്ങളിൽ നിന്നും, മനോമയ ലോകങ്ങളിൽ നിന്നും കടന്ന് വിജ്ഞാനമയ ലോകങ്ങളുടെ അന്തരിന്ദ്രിയ ഭാവങ്ങളിലൂടെ വിചരണം ചെയ്യണം. അല്പനേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവതലങ്ങളൊക്കെ വെടിഞ്ഞ് നിങ്ങളുടെ വിജ്ഞാനമയ ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇനിയും മനസ്സുണ്ടെങ്കിൽ, അങ്ങനല്ലേ പറയണ്ടേ? അപ്പൊ കാണാം അമ്മ ആരാണെന്ന്, അച്ഛൻ ആരാണെന്ന്, ആചാര്യൻ ആരാണെന്ന്, ഉപാധ്യായൻ ആരാണെന്ന്. അപ്പൊ ഉപാധ്യായൻ ദശാചാര്യ, 10
10 ഉപാധ്യായന്മാരുടെ ഒരു സ്ഥാനം ഒറ്റ ആചാര്യനുണ്ട്. 100 ആചാര്യന്റെ സ്ഥാനം ഒരു അച്ഛനുണ്ട്. ആചാര്യൻ വികസിച്ചിട്ടാണ് അച്ഛനുണ്ടാകുന്നത്. അച്ഛൻ അതിന്റെ വികാസ പരിണാമങ്ങളിൽ തപസ്സു വന്ന് അച്ഛനെ ഉൾക്കൊണ്ടിട്ടാണ് അമ്മ ഉണ്ടാകുന്നത്. അച്ഛനെ തന്നെയാണ് അമ്മയിൽ ജനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവളെ ജായ എന്ന് വിളിക്കുന്നത്, ജനിപ്പിച്ചവൾ. അതുകൊണ്ട് നേർക്ക് നേരെ നിൽക്കില്ല അച്ഛൻ. മാഷക്ക് ചിരി വരുന്നു. കാൽപ്പനികമായെന്ന് ആലോചിച്ചു നോക്കി. ഒരു കവിതയൊക്കെ വരികയില്ലേന്ന്. കവിത എന്താണെന്നറിയില്ലെങ്കിൽ പോലും എനിക്ക് പോലും കവിത വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി നിങ്ങൾക്ക് വരില്ലേ? അത്ര മനോഹരങ്ങളായ മുഹൂർത്തങ്ങൾ തരുന്നതാണ്. അല്ലാതെ നമ്മളീ കാണുന്ന ഈ ശരീരമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു, ഏതോ പന്നിയും പശുവൊക്കെ അതിന് കാമന വന്നപ്പം കൂടെ കിടന്നു, അതിൽ നിന്ന് 4 സന്താനം ഉണ്ടായി. ആ സന്താനം ഉണ്ടാകുന്നതൊക്കെ അച്ഛനാണ് അമ്മയാണ്. അതൊന്നും അച്ഛനും അമ്മയൊന്നും അല്ല. അതൊക്കെ ഈ മൃഗസഞ്ചയങ്ങളുടെ കൂട്ടത്തില് മറ്റൊരെണ്ണവും കൂടെ അല്ലേ. പിന്നെ ഇത് 2 കാലയിലാണ് നടക്കുന്നത്, മറ്റത് 4 കാലയിലാണെന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ എന്ത് വ്യത്യാസം? മറ്റേതല്ല, മറ്റത് കുറെ കൂടെ കൂടിയ ലോകങ്ങളിൽ ജീവിക്കുകയാണ്, മനസ്സിന്റെ വ്യത്യസ്ത ലോകങ്ങളിൽ. ആ ലോകങ്ങളിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടുന്നത്. അപ്പം വിളിച്ചത് ദേവന്മാർക്ക് പോലും സംശയമുള്ള ഈ അറിവ് അങ്ങയ്ക്ക് സുതാര്യമായി അറിയാം. അങ്ങയ്ക്ക് സമനായ ഒരു ഗുരുവില്ല. കാരണം അങ്ങയ്ക്കറിയാം ദേവന്മാർക്ക് വരെ ഇതിന് സംശയമുണ്ടെന്ന് വരെ അറിയാം. അപ്പൊ എന്താണ് സംശയമെന്നും ആർക്കാ അറിയുന്നേ? അങ്ങയ്ക്കാണ് അറിയുന്നത്. അപ്പൊ അങ്ങയെ പോലെ ഇത് പഠിക്കാൻ പറ്റിയ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നല്ല വക്താവിനെ കിട്ടിയിട്ടില്ല. അപ്പൊ അല്ലയോ മൃത്യു, അങ്ങ് ഏറ്റവും ഉന്നതനായ വക്താവാണ്. താദൃക്, അങ്ങയെപ്പോലെയുള്ള അന്യ മറ്റൊരുവൻ ലഭിക്കില്ല. അങ്ങോളം പറ്റിയൊരുത്തനെ കൈകിട്ടാനില്ല. അതുകൊണ്ട് മൃതസ്യ ഏതസ്യ, ഇതിന് തുല്യ സദൃശ്യമായ അന്യ കശ്ചിത്, മറ്റൊരു വരം ഇല്ല. വേറൊരു വരം ഇതിന് തുല്യമായ വരമില്ല. എന്റെ വരം ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പൊ ഈ വിഷയത്തെ പറ്റി ദേവന്മാർ പോലും സംശയിച്ചിട്ടുണ്ടെന്നാണല്ലോ അങ്ങയുടെ പക്ഷം. ഇത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റില്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഗ്രഹിക്കേണ്ടത്. എളുപ്പത്തിൽ ഗ്രഹിക്കുന്ന ഈ ലോകമൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം മൃത്യു? അതൊക്കെ ഗ്രഹിക്കാൻ എളുപ്പത്തിൽ ഗ്രഹിക്കാമെന്നും പറഞ്ഞ് കുറെ ആളുകൾ ഓടുന്നില്ലേ? അല്പം പ്രയത്നമുള്ളത് തന്നെ ഗ്രഹിച്ചേക്കാം. നമ്മൾ അങ്ങനെയാണോ ഇപ്പം? ചില കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അല്ലേ? പഠിക്കാൻ പോയാല് പ്രയാസമുള്ള ഭാഗം പഠിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത്. ചെല്ല് പ്രയാസമുള്ള വരുമ്പോഴേ പുസ്തകം മടക്കി വെക്കും അല്ലേ? ഒരു ചായ കുടിച്ചിട്ട് വരാം, ഇതൊന്നും നമുക്ക് മനസ്സിലാകുമൊന്നുമില്ല. പരീക്ഷ വരുമ്പം എളുപ്പമുള്ള ഭാഗം എഴുതി വല്ല ജയിക്കാൻ നോക്കാം ഇല്ലേ? അങ്ങനെയുള്ള പിള്ളേരില്ലേ? ചില പുസ്തകം തന്നെ വേണ്ടെന്ന് നോക്കും. ചിലതുകൊണ്ട് സെക്കൻഡ് ഇയറോടുകൂടി പഠിത്തം നിർത്തും. 3rd ഇയറിലാണ് പ്രയാസം. ചിലരുടെ ഇടയ്ക്ക് സബ്ജക്റ്റ് മാറും അല്ലേ? 2ാം കൊല്ലം ഡിഗ്രിയൊക്കെ മാറിയെടുക്കും. കാരണം വെച്ചാൽ ഇത് മനസ്സിലാവില്ലാത്ത സാധനമാണ്. ഇത് പഠിക്കാൻ മെനക്കെടുന്ന നേരത്ത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഹിസ്റ്ററിയോ വല്ലതും എടുത്തു കളയാം. അങ്ങനല്ലേ? അതാണ് ചിലര് പോയി MBBS-നും എഞ്ചിനീയറിങ്ങിനും ഒക്കെ ചേർന്നും 2ാം കൊല്ലമാകുമ്പോൾ അച്ഛനും അമ്മയും കൂടെ വളരെ ആലോചിച്ച് പരീക്ഷ അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോടീശ്വരന്റെ മകളെ MBBS-നുള്ളവൻ എന്ന് കാണിച്ച് മേടിക്കാവുന്നിടത്തോളം കാശ് മേടിച്ച് കല്യാണം കഴിച്ച് പയ്യനൊരു ബിസിനസ്സും തുടങ്ങും. MBBS-കാരന്റെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല സാധനം കിട്ടുമല്ലോ അല്ലേ? MBBS പാസ്സായവന്റെ അല്ല, പഠിച്ചവന്റെ. ഇത് കഴിഞ്ഞ് വേറൊരു രസമുണ്ട്. ഇവന്റെ കടയിലെങ്ങാനും വല്ല ഡോക്ടർമാരും വന്നിരിക്കുമ്പോഴോ ഞാനും സാറേ പഠിച്ചതാ 2.5 കൊല്ലം. വലിയ അഭിമാനത്തോടുകൂടിയാ പറയുന്നത്. പഠിച്ച് പൂർത്തിയാക്കാത്തതാണ് എന്നുള്ളതാണ് വസ്തുത. ശരിയല്ല? കണ്ടിട്ടില്ല? ഞാനൊരു BE ആണ്, BTech ആണ്, പക്ഷെ പൂർത്തിയാക്കിയില്ല. ഞാൻ 3ാം കൊല്ലം ബിസിനസിന് പോകുന്നു. അച്ഛൻ പറഞ്ഞു അതാ നല്ലത്. ഇത്തരക്കാരെ കണ്ടിട്ടില്ലേ? പയ്യനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ധാരാളം.
ഇത് നിർത്താൻ കാരണം എന്താണെന്ന് ദൈവാധീനത്തിന് ആരും ചോദിക്കില്ല. കാരണം ചോദിച്ച പിരിവ് കിട്ടുകയില്ല. കാരണം ഇവന്റെ പിരിവിലാണ് നമ്മുടെ ലോകം മുഴുവൻ. സ്വാമിമാര് പോലും പറയും ആളാരാണെന്ന് ആയിരിക്കുന്നത്, ബിടെക് 2ാം കൊല്ലം നിർത്തിയതാണ്, പാസ്സായവന് ക്ഷമയില്ല. അപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ ഈ ഗീതാജ്ഞാനയജ്ഞത്തിനും പരിപാടിക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുക. ഇത് നിർത്താൻ കാരണം ഇതങ്ങ് പോവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതല്ല വിവരം. നചികേതസ് അങ്ങനെ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നചികേതസ് തീരുമാനിച്ച വിഷയം കഠിനമാണോ അതാണ് അറിയേണ്ടത്. ഞാൻ ഈ ഉദാഹരണം എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, കഠിനമാണോ അറിയേണ്ടതാണെന്നുള്ളവരെ ഇരിക്കാവൂ, ഇല്ലെങ്കിൽ ബോറടിക്കും. നിർത്തിപ്പോയി ബിസിനസ് തുടങ്ങുന്നതാണ് നല്ലത്. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പിന്നെ ഞാൻ അതുകൂടെ അങ്ങ് നേരെ പറഞ്ഞേക്കാം. അല്ലാതെ അവരെ കുറ്റം പറയാൻ പറഞ്ഞല്ല. എന്റെ ഈ പണിയും മനസ്സിലാവുന്നതല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ള ഒരു അഡ്വഞ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങിത്തിരിക്കാവൂ. കാരണം അറിവ് അഡ്വഞ്ചറിലായിരിക്കുന്നു. അതിസാഹസികമായ ഒരു യാത്രയാണ് അറിവിലൂടെ. ബാക്കിയുള്ള യാത്രയ്ക്കൊന്നും സാഹസികത വേണ്ട. അറിവിലൂടെ ഒരുവൻ പോകണമെങ്കിൽ അവൻ സാഹസികനായേ പറ്റൂ. അറിയുന്നത് സാഹസികന്മാർ മാത്രമാണ്. അതിന്ന് ഇന്ത്യക്കാർക്ക് അന്യമാണ്. അതിനൊക്കെ മിടുക്കനെന്ന് കാര്യം എന്തു പറഞ്ഞാലും അറിയാൻ വേണ്ടി സാഹസികത ഏറ്റുവാങ്ങുന്നവൻ പടിഞ്ഞാറുകാരൻ തന്നെയായിപ്പോ. പണ്ട് ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യക്കാരൻ അറിയാൻ നടത്തിയിട്ടുള്ള സാഹസികതകളും പട്ടിണികളും മറ്റൊരു രാജ്യവും നടത്തിയിരുന്നില്ല. അന്നായിരുന്നു ഇന്ത്യയുടെ സുവർണകാലം. ഇന്ന് ലാഘവത്തോടെ അറിയാൻ ഓടുന്ന കാലമാണ്. ഉള്ള ചില്ലറ കൊടുക്കുക, അറിവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ അറിവായി. എവിടെ എളുപ്പത്തിൽ കിട്ടുമെന്നാണ് നോക്കുന്നത്, അങ്ങനല്ലേ? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എളുപ്പം? പരീക്ഷയില്ലാതെ സർട്ടിഫിക്കറ്റ് ഇടുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? വീട്ടിലിരുന്നാൽ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുതരുന്ന അല്ലേ? അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലേ? ഒരുപാട് തരം യൂണിവേഴ്സിറ്റികളുണ്ട്. ഉസ്മാനിയ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ 50 മൈൽ ചുറ്റളവിലൂടെ ആരെങ്കിലും പോയാൽ പിടിച്ചുകൊണ്ടുപോയി PhD തരും. ഒരു കാലഘട്ടത്തിൽ ഈ മലയാളികൾക്ക് മിക്കവാറും PhD ഉള്ളൊരു സ്ഥലമായിരുന്നു ഈ ഉസ്മാനിയ. മിക്കവാറും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ സോവാൻസോ അവരൊക്കെ ഇപ്പൊ നമ്മുടെ വൈസ് ചാൻസലർമാരിൽ പലരും എന്ന് തോന്നുന്നു. കാരണം അതിലെങ്ങനെ പോയാൽ മതി, പിടിച്ചു കൊണ്ടുവന്നിട്ട് പിടിയുടെ ഒരു PhD എന്നാണ് പറയാ. അപ്പൊ നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നേടുന്ന നല്ല അറിവ് എന്ന് പറയുന്നത് അതിസാഹസികമായൊരു യാത്രയാണ്. ഉപനിഷത്ത് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വെറും സാഹസികത പോരാ. അപ്പോ ഇത് നന്നായി അറിയും നചികേതസ്സിന്. അതുകൊണ്ട് നചികേതസ്സിന് അറിവ് കിട്ടുന്നത്. നചികേതസ്സിനെ പോലെ തൃഷ്ണയുള്ള, നചികേതസ്സിനെ പോലെ അതിസാഹസികതയ്ക്ക് മുതിരുന്ന, ഇതിന്റെ സാഹസികത യമനിനി പറയും. അത് രാമകൃഷ്ണ മിഷന്റെയും സ്വാമി വിവേകാനന്ദന്റെയും മുദ്രാവാക്യം കൂടിയാണ്. അത് നമുക്ക് പിന്നെ കാണാം. അപ്പോ യമധർമ്മൻ പറഞ്ഞു കൊടുക്കുമ്പോ നചികേതസ് ഓർക്കുക, ഈ വിഷയത്തെ പറ്റി പണ്ടേ ദേവന്മാർക്ക് തന്നെ സംശയമുണ്ടെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയില്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത്. എങ്കിലും ഇതിനെപ്പറ്റി ഉപദേശിക്കാൻ അങ്ങയെപ്പോലെ, കാരണം ഇത് പ്രയാസമാണെന്ന് അറിയുന്നത് തന്നെ അറിവാണ്. അതറിയുന്നവന്റെ അടുക്കെന്നാണെങ്കിൽ ആ പ്രയാസം എനിക്ക് നഷ്ടപ്പെടും. കാരണം അങ്ങേക്കറിയാം ഇത് പ്രയാസമാണ് പഠിക്കാൻ പ്രയാസമാണെന്ന് അറിയുന്നവൻ പഠിപ്പിച്ചാൽ അത് എളുപ്പമായിരിക്കും. കാരണം അങ്ങയിലൊരു വിദ്യാർത്ഥി ഇരിപ്പുണ്ട്. അതാണ് ഉത്തമനായ ഗുരു. ആണ് എപ്പോൾ പഠിച്ചു കഴിയുമ്പോ നിത്യജീവിതം പോലെ ലാഘവമുള്ളതാണ്. പഠിച്ചു കഴിയുമ്പോ, പഠിക്കാൻ ഇറങ്ങിത്തിരിയുമ്പോ നിന്റെ ഇന്ദ്രിയ ലോകങ്ങൾ ഉണരും. നീ ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞ അറിവിലേക്ക് ഇതിനെ താരതമ്യപ്പെടുത്തും. അതാ ഇതിന്റെ വിഷമം. ദേവന്മാർക്ക് സംശയം വരാൻ കാരണം അതാണ്. നീ ഇത് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ നീ ലൗകികങ്ങളായ ഉദാഹരണങ്ങൾ തേടിപ്പോകും.
ലൗകികങ്ങളായ ഉദാഹരണങ്ങളിലൂടെ പഠിക്കുമ്പോൾ ഉദാഹരണങ്ങൾ ഉളവാക്കിയ സങ്കല്പനങ്ങളിലൂടെ നീ പോവും. ഇത് കിട്ടുന്നതിന് പകരം വേറൊന്നാവും. അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്നായി തീരും. മനസ്സിലായില്ല? ഉദാഹരണം വെച്ചാ പഠിപ്പിക്കുന്നത്. ഈ വേദാന്ത ശാസ്ത്രത്തിലെ പ്രത്യേകത ഇത് മുഴുവൻ ഉദാഹരണം കൊണ്ടാണ്. അപ്പൊ ആ ഉദാഹരണം കേട്ടിട്ട് ഉദാഹരണത്തിന് പ്രാധാന്യം കൊടുക്കും. നമുക്ക് പറ്റുന്നൊരു വലിയ അപകടം അതറിയാൻ എളുപ്പവഴിയുണ്ട്. ഈ ക്ലാസ് വന്ന് കേട്ടിട്ട് പുറത്തുപോയി നിങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനം ഇതിനകത്ത് ഈ തത്വം കൊണ്ടുപോകില്ല. പകരം ആ തത്വത്തിന് പകരം ഉദാഹരണം കൊണ്ടുപോകും. വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും കാര്യം സാധിക്കാൻ നേരത്ത് ഭാര്യയെ വിളിച്ചിട്ട് പറയും, സ്വാമി ഇന്ന പോലെ ഒരു ഉദാഹരണം പറഞ്ഞു. കലക്കൻ ഉദാഹരണമായിരുന്നു. ഉദാഹരണം മാത്രമേ അവളോട് പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കാനുള്ള കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പഠിച്ച സാധനം ഇതോ മറ്റതോ പറഞ്ഞ മനസ്സിലായില്ല. വിദ്യയുടെ ശാപവും ഏറ്റുവാണ്. വിദ്യ നമ്മെ ശപിക്കും. ഉദാഹരണം, ഒരു ഉദാഹരണം തന്നെ അതിനെ നിരാകരിക്കാനും ഉപയോഗിക്കാം, അതിനെ സ്വീകരിക്കാനും ഉപയോഗിക്കാം. സ്വീകരിക്കാൻ പറയുന്ന ഉദാഹരണം സന്ദർഭവും അതിന്റെ പ്രയോഗവും ഒന്ന് മാറ്റി പ്രയോഗിച്ചാൽ ഏത് കാര്യമാണോ പറഞ്ഞിരിക്കുന്നത് അതിനെ നിരാകരിക്കാൻ പര്യാപ്തമാണ്. ഒരു വാക്കടക്കി ചേർത്താൽ സംഗതി മാറി. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ നിങ്ങളിൽ വന്നിരിക്കുന്നതിൽ 50% ആളുകൾ നല്ല ഉദാഹരണം വല്ലതും കിട്ടുമെങ്കിൽ അത് മാത്രം പഠിക്കാൻ മതി. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ വരമ്പത്ത് മുണ്ടി മീൻ പിടിക്കാനിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ക്ലാസ്സിനിടയ്ക്ക് ചില ഉദാഹരണം വരുമ്പോ അന്നേരം തന്നെ ബുക്ക് എടുത്തിട്ട് അത് കുറിക്കും. വേറൊന്നും കുറിക്കില്ല, ജസ്റ്റ് ഈ ഉദാഹരണം മാത്രം. ശ്രദ്ധിച്ചു നോക്കിയോളൂ. നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. ആ ഉദാഹരണം മാത്രമേ കുറിക്കുള്ളൂ. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു വരയും വരച്ചു. എന്നിട്ട് ചൂടപ്പം പോലെ കൊണ്ടുപോയി ആദ്യം പ്രയോഗിക്കാവുന്നത് കയറി ഒരൊറ്റ പ്രയോഗം പ്രയോഗിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞതിന് നേരെ വിപരീതമായ പ്രയോഗം. കണ്ടിട്ടില്ല അങ്ങനെ? കേട്ടിട്ടില്ല അങ്ങനെ? നിങ്ങൾ തന്നെ ചിലപ്പോ അബദ്ധത്തിലാകും. കാരണം എന്താ വെച്ചാല് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കും. ഇവിടെ നിന്ന് കേട്ടിട്ട് പോയിട്ട് രണ്ടുപേരും കൂടി വഴിയിലിരുന്നുകൊണ്ട് ഈ വേദാന്ത ചർച്ച നടത്തും. ചർച്ച നടത്തുമ്പോൾ ഒരുത്തം പറയും, ഇന്നലെ ആ ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം എത്ര അർത്ഥമുള്ളതാണ്. ഉദാഹരണത്തിനാണ് അർത്ഥം, തത്വത്തിനല്ല. എത്ര അർത്ഥമുള്ള ഉദാഹരണമാണ്. ഞാൻ അതേപ്പറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ച അർത്ഥം എല്ലാം കൂടെ പറയും. മറ്റവൻ പറയും, ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടെ. അപ്പൊ രണ്ടുപേരെയും ഇവിടെ കേൾപ്പിച്ചു വിട്ടത് എങ്ങനെയാ? ഇങ്ങനെ ഗതികേട് വരും. ഇപ്പൊ മനസ്സിലായി? അതുകൊണ്ടാണ് ഇത് പ്രയാസമാണ്. ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഒരേ വേവ് ലെങ്തിലെത്തണം. നചികേതസിനെ സമർപ്പിക്കുന്നതിനാണ്. നിന്റെയും എന്റെയും ബുദ്ധി ഈ ഉപനിഷത്തിന്റെ ആരംഭത്തിൽ അത് നല്ലപോലെ പഠിപ്പിച്ചതാണ്. മറന്നുപോയില്ലെങ്കിൽ ഓം ഓം സഹനാവവതു. ആ ബോധം നമ്മെ രണ്ടുപേരെയും ഒരുമിച്ച് രക്ഷിക്കട്ടെ. അപ്പോഴേ ഈ ബോധം കൈമാറുള്ളൂ. അതിനുള്ളൊരു മുഹൂർത്തമായി അറിവിന്റെ മുഹൂർത്തം. അപ്പൊ ഒരേപോലെ പാനലയിൽ പറയുകയാണ്. അപ്പോ സുസൂക്ഷ്മവും ദുർഗ്രഹവും പരലോക വിദ്യയെപ്പറ്റി ഉള്ളതുമായ ഈ തത്വം അല്ലയോ നചികേതസ്സേ, അത്യന്ത ക്ലിഷ്ടമാണെന്നും ഞാൻ അറിയുന്നു. ആ വാക്കിലാണ് നചികേതസ് ഗുരുവിനെ കണ്ടെത്തുന്നത്. ഇത് ക്ലിഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞവന് എളുപ്പമാണ്. അതിന് ക്ലിഷ്ടത മാറ്റിത്തരാൻ അവന് കഴിയും. മാത്രവുമല്ല സത്യസന്ധതയുമുണ്ട്. അതുകൊണ്ട് ഇതിന് തുല്യനായ മറ്റൊരു ആചാര്യനില്ലെന്ന് നചികേതസ് പറയുന്നു. അപ്പൊ നചികേതസ് ഇത് മാത്രമാണ് നിത്യഫലത്തെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനമെന്നും നചികേതസ് അറിയുന്നു തദ്വാര. അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്. യമൻ ട്യൂൺ മാറ്റുകയാണ്. യമൻ തീരുമാനിച്ചു, അത്ര നിർബന്ധം ഇത് പഠിക്കാൻ. പണ്ട് തന്നെ, ഇന്നല്ല. ഇപ്പൊ ഞങ്ങൾ സ്വാമിമാരൊക്കെ ഇങ്ങനെ വിലപിച്ച് നടക്കുകയാണ്. ഈ ബ്രഹ്മവിദ്യയൊന്നും ആർക്കും വേണ്ട, ഇതിനൊന്നും ആളില്ല, ലോകമൊക്കെ ഇങ്ങനെയായിരിക്കുന്നു. ലോകം എന്ന് പറയുന്നത് ഇങ്ങനെ ആയേ പറ്റൂ. ലോകത്തിന് വേണ്ട ഈ സാധനമൊക്കെയാണ്. അതൊക്കെ ഈ ലോകത്തെമ്പാടും ഉണ്ട്. അതൊക്കെ അടിച്ച് പൊളിച്ച് ഉപയോഗിക്കട്ടെ ലോകം. അത് കണ്ടിങ്ങി മാറിയിരിക്കുക. നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലോകം അതൊക്കെ ആസ്വദിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. എല്ലാം ലോക സ്വഭാവമാണ്. ലോകത്തിന് ആസ്വദിക്കാനുള്ളതായി പ്രപഞ്ചമൊക്കെ. നന്നായി ആസ്വദിക്കട്ടെ, മടുക്കും.
മടുക്കുമ്പോഴേ ഈ വഴിക്ക് വരാവൂ. മടുക്കാതെ ആളുടെ പിടിച്ച് നിർബന്ധിച്ചൊക്കെ അതിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോരുന്നവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ശരിയല്ലേ? ഈ അമ്മയുടെ മടിയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാല് പിള്ളേര് കരയും. എന്തിനാ അമ്മയുടെ അടുക്കിലേക്ക് പോകാൻ? സ്കൂളിൽ വിട്ടാലും അങ്ങനെയല്ലേ? ശരിയല്ലേ? രാവിലെ സ്കൂളിലേക്ക് തല്ലി കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാൽ മറിച്ച് 2 ആഴ്ച ഇവിടെ പിടിച്ചിരുത്തുകയാണെങ്കിൽ മറ്റു പിള്ളേര് പോകുന്ന കാണുമ്പോൾ പോവും. മിക്കവാറും പഠിച്ചു മിടുക്കനായിട്ടും വരും. തല്ലി കൊണ്ട് വിട്ടു കഴിഞ്ഞാല് ഇവനെന്നും അമ്മയെ പറ്റിയുള്ള ഈ സങ്കല്പം പഠിക്കാനും പറ്റിയില്ല. അവസാനം ഇവനൊരുമാതിരി മൊണ്ണയായിട്ട് മോനെ നീ പോകുമൊന്നും വേണ്ട, ഇവിടെ എങ്ങാനും നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെന്ന് പറയും. എന്നാ പോയിട്ട് വാന്ന് പറഞ്ഞാൽ ഞാൻ പോയി കാര്യമൊക്കെ നേടി വരും. അങ്ങനെയാണ് ഇതിന്റെ ലോകം. അല്ലാതെ അടിച്ചു പിടിച്ചും പഠിപ്പിക്കാവുന്ന സാധനമല്ലത്. അപ്പൊ ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ, ഒന്ന് അടിക്കട്ടെ, ഒന്ന് രസിക്കട്ടെ. കുറെ കഴിയുമ്പോ ഇവൻ തന്നെ മടുക്കും. മടുക്കാത്ത ഒരു സാധനവും പ്രപഞ്ചത്തിലില്ല. പക്ഷെ മടുക്കുമ്പോ വൈകിപ്പോയേക്കും അല്ലേ? പേടിക്കണ്ട, ഇനിയുണ്ട്. പുനരാവൃത്തിയുള്ള ലോകമാണ്. എന്തിനാ പേടിക്കുന്നത്? ഇനിയും ജന്മജന്മാന്തരങ്ങൾ പുനരാവൃത്തി കിടക്കുന്നു. വരട്ടെ, അന്നായിക്കോളും. അതുകൊണ്ട് ചിലരിത് നിർബന്ധിച്ചൊന്നും അടിച്ചു കയറ്റാനൊന്നും പോവില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകമൊന്നും നന്നായില്ല, ഈ ലോകം മോശം. അവര് പറയുന്നത് ഈ ലോകം വളരെ നല്ലതാണ്, ഇതൊക്കെ ഉണ്ട്, നല്ലതാണ്. വല്ലപ്പോഴും ഒക്കെ ഇത് കണ്ടു കടന്നു പോകുമ്പോഴും ഇതിന്റെ നിസ്സാരത ബോധ്യമാവുമല്ലോ. അതുകൊണ്ട് അപ്പൊ നചികേതസിന് ആ സാധനമൊക്കെ വെച്ചു നീട്ടുകയാണ് യമധർമ്മൻ. യമധർമ്മൻ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളെ അതീവ ഗംഭീരങ്ങളെന്ന മട്ടില് അങ്ങ് വെച്ചു നീട്ടുകയാണ്. ദാ പിടി, ഇതൊക്കെ നിനക്ക് തരാം. ഇട്ടുകൊടുത്ത വളരെ എളുപ്പമാണ്. ഈ നദി കിടക്കുന്ന പോലാണ്. നദി കിടക്കുമ്പോ ഈ മാംസകഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞാണ് നദി കിടക്കാൻ പറ്റുക. നദിയിലെ മുതലകളിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിങ്ങൾ കടന്നു പോകാൻ പ്രപഞ്ചത്തിൽ ഓരോരുത്തർക്കും ഓരോന്ന് വേണ്ടതുണ്ട്. അവരെ വിളിച്ച് അവർക്ക് കൊടുത്തേക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്വച്ഛന്തം പോവാം. കൊടുക്കാൻ മനസ്സില്ലാത്തവൻ ഒരിക്കലും കടന്നു പോകില്ല. അവസാനം നിങ്ങളുടെ കാലയിലും കയ്യിലും ഒക്കെ കയറി കടിക്കും ഈ മുതലെല്ലാം കൂടെ. മറിച്ച് ഇതങ്ങ് കൈവിട്ട് കൊടുക്കാമെങ്കിൽ മുതലൊക്കെ അതുമായിട്ട് തമ്മിൽ കടിപിടി കൂട്ടുമ്പോ നവ അപ്പുറം കിടക്കാം. അപ്പൊ ഓരോ നദിയും നമുക്ക് സുഖമായി താണ്ടാം. നല്ല സാമർഥ്യം വേണം. പക്ഷെ ഈ കടിപിടി കൂട്ടിയ മുതലകൾക്ക് അവസാനം ഇവൻ താണ്ടി അപ്പുറത്ത് പോകും. ദണ്ണം ഉണ്ടാവും. ഇത് കിട്ടിയതും പോരാ, അതിന് പോകാനും പറ്റിയിട്ടില്ല. അങ്ങനെയാണ് അതിന്റെ ലോക നീതി. അപ്പൊ നല്ല സാമർഥ്യത്തോടുകൂടി പോകുന്നവനെ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ യമധർമ്മൻ ഈ ലൗകികമായ കാര്യങ്ങൾ മുഴുവൻ ഇതിന്റെ പൂർവപക്ഷമാണ്. ഭഗവത്ഗീത എടുത്താലും രാമായണം എടുത്താലും ഈ ഗ്രന്ഥം എടുത്താലും ഒക്കെ ഇതിന്റെ പൂർവപക്ഷത്ത് വരുന്നത് ലൗകികങ്ങളായ ഇന്ദ്രിയ സുഖങ്ങളുടെ ലോകം മുഴുവനുമാണ്. മനസ്സിന്റെ സുഖങ്ങളുടെ ലോകം മുഴുവനുമാണ്. അതൊക്കെ നിസ്സാരങ്ങളാണെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ പോരാ. പിന്നെയോ അനുഭവിച്ചു തന്നെ അറിയണം. എന്നാലേ വരുള്ളൂ. അല്ലെങ്കിൽ വരുന്ന കുഴപ്പം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിസ്സാരാണെന്ന് ആചാര്യൻ പറഞ്ഞു. എന്താ തെളിവ്? ഇടയ്ക്ക് ഇതൊക്കെ അന്വേഷിക്കും. അതൊക്കെ നമ്മളെ അർത്ഥവിരാമങ്ങളിൽ അവിരാമം കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനിടവരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നിസ്സാരത നമുക്ക് ബോധ്യമാകണം. ഇപ്പൊ നമ്മൾ ഒരുത്തനെ വിളിച്ചിട്ട് പറയാണ് ഈ സുഖഭോഗ വസ്തുക്കളൊക്കെ അതിനിസ്സാരങ്ങളാണ് എന്ന് ബുദ്ധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും എങ്ങനെ അറിയാം? അനുഭവിച്ചിട്ടുണ്ടോ? ആരോ പറയുന്നതായിട്ട് പുസ്തകത്തിലെ പറയല്ലേ എനിക്ക് നിസ്സാരമായിട്ടല്ല തോന്നുന്നത്, ഇത് കാര്യമായിട്ടാ തോന്നുന്നത്, ഞാനിത് അനുഭവിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് തടയാൻ പറ്റും? അതുകൊണ്ട് യമധർമ്മൻ ചായ ഉണ്ടെന്ന് പറയാനായിരിക്കും. നിങ്ങൾക്കൊരു ബ്രേക്ക് വേണം, ചായ കുടിക്കാമെന്നാ പറഞ്ഞത്. ചായ കുടി വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞ കട്ടിലിരിക്കുമ്പോ അങ്ങേറ്റം ദുഃഖത്തോടെ പറഞ്ഞ. അപ്പോ 100 വർഷം വരെയുള്ള പുത്രനുണ്ടായ സമാനവുമോ? പൗത്രനുണ്ടായ അപ്പൊ ഇതൊക്കെ കിട്ടും. അപ്പൊ ഈ ലോകത്തിലെ ലൗകികങ്ങളായ വസ്തുക്കൾ അത്രയും നേടാൻ വേണ്ടിയാ മനുഷ്യനോടുന്നത്. എന്തെല്ലാമാണ് അവൻ കൂട്ടിവെച്ചത് ജീവിതത്തിലെ സങ്കല്പങ്ങളായിട്ട്. ഇതൊക്കെ കൂട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവ മുഴുവനും
ഇവൻ ഏത് സങ്കല്പത്തിൽ കൂട്ടിയോ അത് മുഴുവൻ തകർന്ന് ഇവനെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. ഒന്നിനും വേണ്ടിയല്ല, നടന്നുപോയപ്പോ എന്തൊക്കെയോ വന്നു. അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്, എന്റെ അല്ല. സുഖാണ്. ഞാനിങ്ങനെ നടന്നുപോയി. അപ്പോഴാണ് ഒരു വെമ്പർന്നവരൊന്നും കൂടെ കൂടിയ ഭാര്യയാണെന്നാണ് അവള് പറയുന്നത്. നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. കുറെ കാലം അവളും കൂടെ നടന്നോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചെങ്ങാനും കൂടിയാണെങ്കിൽ രണ്ടുപേർക്കും തമ്മിൽ വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല, വഴക്ക് ഉണ്ടാവില്ല, അവകാശവാദങ്ങൾ ഉണ്ടാവില്ല, പെശകില്ല, നല്ല സ്നേഹമായിരിക്കുകയും ചെയ്യും. ശരിയല്ലേ? ആലോചിച്ചു നോക്കി. അപ്പൊ ഈ ജീവിതം സ്നേഹപൂർണമാകുന്നത് അതിന്റെ യാദൃച്ഛികതയിലാണ്. വന്നുകൂടുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ വന്നുകൂടിയ എന്നുള്ള അർത്ഥമല്ല. ചില അങ്ങനെ അർത്ഥം എടുത്തത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചാലോ? അല്ല,